ഇതാണ് കുട്ടമ്പത്തേരി. ശിവപ്രസാദ് എന്നാണ് ശരിക്കും പേര്. അപ്പൊ ഒരുപാട് നാളത്തെ, അതായത് 21 വർഷം വരെയുള്ള ഒരു സുഹൃത്ത് ബന്ധമാണ്. ഒരു സിനിമാ മോഹിയും സിനിമാ പ്രാന്തനൊക്കെയാണ് തുടക്കം ഞാൻ പരിചയപ്പെടുന്ന സമയത്ത്. പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഒരു വിദ്യാർത്ഥി, അങ്ങനെയൊക്കെയാണ് ഞാൻ പരിചയപ്പെടുന്നത്. പിന്നീട് തേജസ് പത്രത്തിലേക്ക് പോയി, അവിടുന്ന് ജനയുഗം പത്രം, ഇപ്പൊ ദേശാഭിമാനി പത്രത്തിലുണ്ട്, തൃശ്ശൂരുണ്ട്. വയനാട് സ്വദേശിയാണ്, പക്ഷേ എറണാകുളത്ത് വെച്ചുള്ള പരിചയമാണ്. ഒരുപാട് കാലത്തെ പരിചയം. ഈ അടുത്ത് പോയിട്ട് അത് നേരിട്ട് കണ്ടു. വയനാട് റൂം എടുത്തപ്പോൾ ആദ്യം വിളിച്ചത് കുട്ടമ്പത്തേരിയാണ്, പക്ഷേ കുട്ടമ്പത്തേരി അപ്പൊ തൃശ്ശൂരിലേക്ക് പോകുന്നു. അപ്പൊ വയനാട് ദുരന്തം നടന്നില്ല ആ സമയത്ത് കുട്ടമ്പത്തേരി എടുത്ത ചിത്രം ഒരു കുട്ടിയെ തിരിച്ചറിയാൻ സാധിച്ചു ആ വീട്ടുകാർക്ക്. കാരണം ആ കുട്ടിയുടെ അച്ഛനും ഒരു 5 ബന്ധുക്കളാണ് ആ കുട്ടിക്ക് നഷ്ടപ്പെട്ടത്. ഈ മണ്ണിൽ നിന്നും കിട്ടുന്ന സമയത്ത്, മണ്ണ് പൊതിഞ്ഞിരിക്കുന്ന സമയത്ത് എടുത്ത ഒരു ചിത്രം. ആ കുട്ടീനെ നേരെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അവിടെ മുഖത്തൊക്കെ നീരുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ആൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. വേറെ ആൾക്കാരുടെ കുട്ടിയാണെന്ന് പറഞ്ഞിട്ടാണ് അവർ നോക്കിക്കൊണ്ടിരിക്കണായിരുന്നു. അപ്പോഴാണ് കുട്ടന്റെ ചിത്രം ബന്ധുക്കൾ കണ്ടത്. കുട്ടൻ സംശയം പറഞ്ഞു, ഈ കുട്ടിയാണ് സംശയം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവർ ബന്ധുക്കൾ മെഡിക്കൽ കോളേജിൽ ചെല്ലുന്നത്, ആ കുട്ടീനെ തിരിച്ചറിഞ്ഞത്. വല്ലാത്തൊരു അവസ്ഥയാണ്. കാരണം കിട്ടിയവർക്കും അത് നഷ്ടപ്പെട്ടവർക്കും, അതായത് ആ കുട്ടിയാണെന്ന് വിചാരിച്ച്, അവരെ സ്വന്തം കുട്ടിയാണെന്ന് വിചാരിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് മറ്റൊരു വരുന്നത്. വല്ലാത്തൊരു അവസ്ഥയാണ്. ആ ദുരന്തം നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ ദുഃഖങ്ങളുടെ ഇടയിലൂടെയൊക്കെ ചില സമയത്തൊക്കെ പത്രക്കാർക്ക്, പത്രങ്ങളിൽ ഫോട്ടോ എടുക്കുന്നവർക്ക് സഞ്ചരിക്കേണ്ട ഒരു ഒരുപാട് കാലം ഞാനും ഇതേപോലെ പല പത്രങ്ങൾക്ക് വേണ്ടി എടുത്തുകൊണ്ടിരുന്നതാണ്. അപ്പൊ അവന്റെ പാട്ടാണ് കേട്ടത്. അത് തൃശ്ശൂര് കലോത്സവം ഉണ്ടായിരുന്നില്ല. അപ്പൊ അവസാന നിമിഷം പാടിയ പാട്ടാണ്. അതിന് മുമ്പേ, വർഷങ്ങൾക്ക് മുമ്പേ ഇതേപോലെ വയനാട് ഞങ്ങളൊരു ന്യൂ ഇയറിന് കൂടിയിട്ടുണ്ടായിരുന്നു. അന്നൊരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. ആദിവാസികൾക്കിടയിലൊക്കെ ഊരിലൊക്കെ പാടുന്ന ഒരു പാട്ട് അവൻ പാടി. അതും ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതാണ് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതുപോലെ ഒരുപാട് സുഹൃത്തു വലയങ്ങൾ യാത്രക്കിടയിൽ കിട്ടിയ ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉണ്ട് കേട്ടോ. അവരൊക്കെ ഇങ്ങനെ നേരെ പോയി കാണുകയും അവരോടൊത്ത് കുറച്ചു നേരം ചെലവഴിക്കുകയും ചെയ്യാറുണ്ട്. അപ്പൊ ഈ വരുന്ന ഞായറാഴ്ച യദു എന്ന് പറഞ്ഞ എന്റെ സുഹൃത്തിന്റെ പെങ്ങളുടെ വിവാഹമാണ്. യദുവിനെ പരിചയപ്പെടുന്നത് ആകെ അരമണിക്കൂറത്തെ ബന്ധമുള്ളൂ. ഒരു കാവശ്ശേരി പൂരത്തിന് പരിചയപ്പെട്ടതാണ്. പിന്നീട് ഒരു ദിവസം രാത്രി ഉദാഹരണം മലപ്പുറത്ത് വഴി വരുന്ന സമയത്ത് ഒരു ചായക്കടയിൽ കയറി വഴി ചോദിച്ചതാണ്. അപ്പൊ യദു അവിടെ നിൽക്കുന്നത്. അപ്പൊ വീണ്ടും പരിചയമായി. അങ്ങനെ പരിചയമായ സുഹൃത്തിന്റെ പെങ്ങളുടെ വിവാഹമാണ് ഈ ഞായറാഴ്ച. അങ്ങനെ ഒരുപാട് പരിചയക്കാരുണ്ട്. ആ കൂട്ടത്തിൽ ഞാൻ ഒരു കൂട്ടുകാരാണ്. ഒരുപാട് കൂട്ടുകാരുണ്ട്. നിങ്ങളായിട്ടൊന്ന് പങ്കുവെക്കണമെന്ന് ഈ പാട്ട് ഉറുമാല് മേടിച്ചു തരണം എന്നൊക്കെ പറയാം. അപ്പോൾ അതൊക്കെ ഞാൻ മേടിച്ചു തരാം, നീ എൻ്റെ കൂടെ വരാൻ പറയുന്നവർ കാണാം. അപ്പം ആ പറഞ്ഞു കഴിഞ്ഞാലേ നിങ്ങൾക്ക് അതിൻ്റെ അത് മനസ്സിലാവുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. പാടാൻ പോണേ. ഉച്ചാലേ തിരുമലൈവാ നീയോ വാത്തമാ വാത്തമാ കുള്ളത്തി നീയോ വാത്തമാ. ഉച്ചാലൈ എന്ന് പറഞ്ഞാൽ ഉത്സവത്തിന് വരാൻ വേണ്ടി വിളിക്കുന്നതാണ്. ഉച്ചാലൈ തിരൈമലൈവാ നീയും വാത്തം